Patient rights and education. 8th standard, first objective element, communication with the patient and families is done effectively. The organization could adopt any model of effective communication. A 7C method is there: clear, correct, complete, concrete, etc. Then our organization has a plan to identify and overcome potential communication barriers. ചില സമയത്ത് നമുക്ക് ഇൻ്റർപ്രറ്റേഴ്സിനെയൊക്കെ ആവശ്യം വരും. കാരണം ഒരു അറബി അഡ്മിറ്റായി കിടക്കുക എന്ന് വിചാരിക്കുക, അറബിക്കല്ലാതെ മറ്റൊന്നും സംസാരിക്കാറില്ല. നമ്മുടെ നേഴ്സസും ഡോക്ടേഴ്സും കഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ ഒരു സിസ്റ്റം നമുക്കുണ്ടാവണം. ലാംഗ്വേജ് അറിയാവുന്ന ഒരാളിനെ കൊണ്ടുവന്ന് അവരുമായിട്ട് ഉള്ള സംസാരങ്ങൾ വ്യക്തമായി മനസ്സിലാകത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്യണം. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനുള്ള സംവിധാനത്തിന് പല സിസ്റ്റംസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ മോഡൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡോപ്റ്റ് ചെയ്യണം, അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. സോ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് എ, ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷനിൽ 8ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് ഫാമിലീസ് ആർ ഡൺ effectively.